ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. മക്കളെ, +1 സ്പോർട്സ് കോട്ട അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എത്ര ഘട്ടങ്ങളിലാണ് നടക്കുക, എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെ ഡീറ്റെയിൽ നന്നായിട്ട് ശ്രദ്ധിച്ചേ പറ്റും. കംപ്ലീറ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഒന്നാമത് സ്പോർട്സ് കോട്ട മികവ് രജിസ്ട്രേഷൻ വെരിഫിക്കേഷനും ജൂൺ 9 തുടങ്ങി 17 വരെ. എന്താണ് രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു തരാം. അപ്പൊ നിലവിൽ വന്ന സ്കെഡ്യൂൾ അനുസരിച്ച് 9-ാം തീയതി തുടങ്ങുകയാണ്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 10-നാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 18 അല്ലെ? യെസ്. ഒന്നാം അലോട്ട്മെന്റ് ജൂൺ 22-ന് നടക്കും. അവസാന ഘട്ട അലോട്ട്മെന്റ് ജൂൺ 29-ന് നടക്കും. ഇവർക്ക് ഡൗട്ട് ഉണ്ട്, എന്താണ് സ്പോർട്സ് കോട്ട, ഇത് ഇപ്പൊ ഓൾറെഡി അപ്ലൈ ചെയ്ത കുട്ടികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെന്നൊക്കെ ഡൗട്ട് കാണും. മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു കാര്യം, ഇപ്പോ അപ്ലൈ ചെയ്ത കുട്ടികൾ വീണ്ടും സ്പോർട്സ് കോട്ടയ്ക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണം. യോഗ്യതയുള്ള കുട്ടികളാണ് സ്പോർട്സ് കോട്ടയിൽ പ്രവേശനത്തിന് അർഹരായിട്ടുള്ളവർ. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, എനിക്ക് അർഹതയുണ്ടോ, നിങ്ങൾ ചില ഐറ്റംസിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം രജിസ്ട്രേഷൻ നടത്തുക. 2 ഘട്ടങ്ങളിലായിട്ടാണ് ആപ്ലിക്കേഷൻ പ്രോസസ്. ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്പോർട്സിന്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സുമായിട്ട് ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പൊ അവർ വെരിഫിക്കേഷൻ നടത്തും. അപ്പൊ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്യുക, ഒരു സ്കോർ കാർഡ് നിങ്ങൾക്ക് നൽകും. അതിന്റെ ബേസിലായിരിക്കും പിന്നീടുള്ള പ്രോസസ് ഒക്കെ നടക്കല്ലേ. നിങ്ങൾക്ക് ആ സ്കോർ കാർഡ് കിട്ടിയാൽ നിങ്ങൾ അതിൽ യോഗ്യരാണ്. അപ്പൊ ഓരോ സ്കൂളുകളിലും സ്പോർട്സ് കോട്ടയിൽ വരുന്ന സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ 2-ാം ഘട്ടത്തിൽ നിങ്ങൾ ഇതിൽ യോഗ്യരാണ് എന്നുള്ള ഇത് പ്രൂഫ് കിട്ടിയാൽ പിന്നെ 2-ാം ഘട്ടത്തിൽ സ്കൂളും കോഴ്സും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇതിൽ എങ്ങനെയാണോ നിങ്ങൾ കൊടുത്തത് അതേപോലെ തന്നെ കൊടുക്കുക. ഓൾറെഡി അപ്ലൈ ചെയ്ത കുട്ടികളും സ്പോർട്സിൽ മികവുണ്ടെങ്കിൽ, മത്സരിച്ച ഇനങ്ങളിൽ ഇതുണ്ടെങ്കിൽ, അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. എന്നാലേ സ്പോർട്സ് കോട്ടയിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, സപ്ലിമെന്ററി അലോട്ട്മെന്റ് അല്ല, ഇങ്ങനെ ഈ ഘട്ടങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുക അഡ്മിഷൻ നടക്കുക. എങ്ങനെയാണോ ഇവിടെ ഏകജാലകം നടക്കുന്നത് അതേപോലെ തന്നെ എന്താണ് സ്പോർട്സ് കോട്ടയിലേക്ക്, കമ്മ്യൂണിറ്റി കോട്ടയിലൊക്കെ നടക്കുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ട് ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് തന്നെയാണ്. അപ്പൊ സ്പോർട്സിൽ മികവുള്ള കുട്ടികൾക്കാണ് ഈ ഒരു അവസരം. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. +1 അഡ്മിഷൻ ഡെസ്ക് ആണ്. അത് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ നോക്കാവുന്നതാണ്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അല്ലേ. ബൈ.